السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നാരംഭിക്കുന്ന ആയത്തുകളിൽ അടുത്ത ആയത്ത് സൂറത്ത് ആല ഇമ്രാനിലെ അവസാനത്തെ ആയത്താണ്, 200-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു അസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഉസ്ബിറു, നിങ്ങൾ ക്ഷമയുള്ളവരാവുക. വസാബിറു, മുസാബറത്ത് എന്ന് പറഞ്ഞാൽ ക്ഷമയിൽ നിലനിൽക്കുന്ന, എല്ലാ സമയത്തും ക്ഷമയോടുകൂടി നിലനിൽക്കുന്ന ആളുകളാവുക. വറാബിതു, നിങ്ങൾ ശത്രുവിൻ്റെ ആക്രമണം, അതിനെ കാവൽ നിൽക്കുന്ന ആളുകളായി നിൽക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അവർക്ക് വിജയം നേടാൻ, ഇരുലോകത്തും വിജയം ലഭിക്കാനുള്ള കാരണങ്ങളിൽ 4 കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്നാമത്തേത് പറഞ്ഞത് സബറാണ്. സബർ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ അനുസരിക്കുന്നതിലുള്ളതും പാപങ്ങൾ ഒഴിവാക്കുന്നതിലുള്ളതും, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദർ, എന്തെങ്കിലും മുസീബത്തുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൽ കാണിക്കുന്ന ക്ഷമ. അപ്പോൾ ജീവിതത്തിൽ ക്ഷമ എന്നുള്ളത്, അതിലൂടെയാണ് എല്ലാവിധ നന്മയും ലഭിക്കുക. ഇരുലോകത്തും വിജയം ലഭിക്കാൻ ഒരു മനുഷ്യന് ഏറ്റവും ഉണ്ടായിരിക്കേണ്ടത് സബറാണ്. ഈ മേഖലയിലും സബറിന്റെ 3 ഇനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പുറത്ത് ജീവിതമല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതിന് പുറത്ത് പിന്നെ ഒരു അവസ്ഥയില്ല. അപ്പൊ ഏത് സമയത്തും മനുഷ്യൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ് സബർ എന്നുള്ളത്, ക്ഷമയുണ്ടാവുക എന്ന് പറഞ്ഞു. അതൊന്നാമത്തെ കാരണം. രണ്ടാമത്തേത് പറഞ്ഞത് സാബിറു. സാബിറു എന്ന് പറയുമ്പോൾ മുസാബറത്ത്, ക്ഷമയേക്കാൾ ഒന്നുകൂടി ആഴത്തിലുള്ള, അഥവാ ഉസ്ബിറു എന്ന് പറയുന്നതിനേക്കാൾ ആഴത്തിലുള്ള ആശയമാണ് സാബിറു എന്ന് പറയുമ്പോൾ. വഹിയൽ മുലാസമത്തു വലിസ്തിംറാറു അലാ ദാലിക്. മുസാബറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ, അതിൽ തുടർന്നുകൊണ്ടേയിരിക്കുക, അതിലൊരു സ്ഥിരത ഉണ്ടാവുക, സബാത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് മുസാബറത്ത് എന്ന് പറഞ്ഞാൽ. ക്ഷമ എന്ന് പറഞ്ഞാൽ ഏതൊരു സന്ദർഭത്തിൽ ക്ഷമിക്കുമ്പോൾ തന്നെ ആകും. എന്നാൽ മുസാബറത്ത് പറയുമ്പോൾ എപ്പോഴും ക്ഷമയുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് പറഞ്ഞത് വറാബിതു, റിബാത്ത്, മുറാബത്തത്ത്. റാബിതു എന്നുള്ളത് പൊതുവെ പറയാറുള്ളത്, ഒരു ശത്രുവിന്റെ അക്രമം പ്രതീക്ഷിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് കാവലായി നിൽക്കുന്ന, രാത്രി ഉറക്കമൊഴിച്ചിട്ടും അതല്ലാതെയും എല്ലാം കാവലായി നിൽക്കുന്നതിനാണ് റിബാത്ത് എന്ന് പൊതുവെ പറയാറുള്ളത്. എന്നാൽ റിബാത്തിന്റെ ഇനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നതും റിബാത്താണ് എന്ന് പറഞ്ഞ ഹദീസ് കാണാം. മിനൽ റിബാത്തി ഇൻതിദാറുസ്സലാ ബഅദസ്സലാ, ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക, കാത്തിരിക്കുക എന്നുള്ളത് റിബാത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാബിത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഒരാളിലേക്ക് അവന്റെ ശത്രുവായിട്ടുള്ള പിശാച് അവന്റെ മേലെ കയറുന്ന, അല്ലെങ്കിൽ അവന് വസ്വാസുകൾ ഉണ്ടാക്കുന്ന, അവനെ പാപത്തിലേക്ക് ക്ഷണിക്കുന്ന, അതിലേക്ക് പ്രേരിപ്പിക്കുന്ന മാർഗങ്ങൾ, കാരണങ്ങൾ എന്തൊക്കെയാണോ അതിനെ എതിരെ കാവലായിക്കൊണ്ട് ഒരാൾ നിൽക്കണം എന്നുള്ളതാണ്. അതായത് സബർ ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നെ ഒരുപാട് ഖൈറുകൾ ഉണ്ടായി, അതിൽ തുടർന്ന് നിൽക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ശത്രു അവനെ തെറ്റിക്കാൻ വേണ്ടി, ഇപ്പോൾ പിശാച് നമ്മളെല്ലാം പിഴപ്പിക്കാൻ വേണ്ടി ഏത് സമയത്തും കാത്തിരിക്കുക. ഒരു ഉപമ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, മാംസപ്പൊതിയുമായി നടക്കുന്ന ഒരാൾക്ക് ചുറ്റും ആ മാംസപ്പൊതി ലക്ഷ്യമാക്കി ചുറ്റി നടക്കുന്ന നായയെ പോലെയാണ് പിശാച്. അവന്റെ മാംസപ്പൊതി എന്ന് പറയുന്നത് ദീനാണ്. അതിൽ നിന്ന് ഒന്ന് ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ അത് അവനിൽ നിന്ന് തട്ടിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നായ നടക്കുന്നത് പോലെയാണ് നമ്മുടെ എല്ലാം ദീന് തട്ടിയെടുക്കാൻ വേണ്ടി പിശാച് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ ആ പിശാചിന്റെ
ശത്രുവിനെതിരെ കാവലായിക്കൊണ്ട് പിശാച് നമ്മെ ആക്രമിക്കുന്നതിൽ നിന്ന്, നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതിൽ നിന്ന് അതിന്റെ ആ വഴിയിലെ തുടക്കത്തിൽ തന്നെ അത് പ്രതീക്ഷിച്ച് കാവലായി നിൽക്കുന്ന ആളായിരിക്കണം എന്നാണ് വ്യക്തിപരമായിട്ട് പറയുമ്പോൾ. മുസ്ലിമീങ്ങളോട് പൊതുവായി പറയുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കണം. അതുപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവത്തിന് കാവൽ നിൽക്കുന്ന അവസ്ഥയുണ്ടാകണം. നാലാമത്തെ കാരണം പറഞ്ഞത് തഖ്വയാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും വിരോധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം മുറപ്രകാരം കൊണ്ടു നടക്കുന്നുണ്ടോ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഈ സൂറത്ത് ആലി ഇമ്രാനിലെ ധാരാളം ആയത്തുകൾ അതെല്ലാം പ്രത്യേകമായി നമുക്ക് പരലോകത്ത് ഉപകരിക്കുന്ന, അതുപോലെ തന്നെ തൗഹീദിനെ പ്രത്യേകമായി പ്രേരിപ്പിക്കുന്ന അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ആയത്തുകളാണ്. അപ്പോ ആ സൂറത്തിന്റെ അവസാനത്തിൽ ഈ നിലക്ക് അവസാനിപ്പിച്ചിട്ടുള്ളത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പരലോകത്തെയും ദുനിയാവിലെയും വിജയം നേടാൻ ആവശ്യമായിട്ടുള്ള ഈ 4 കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, സബർ ഉണ്ടാവുക, ആ സബറിൽ നിലനിൽക്കുന്ന സ്ഥിരതയോടുണ്ടാവുന്ന മുസാബറത്ത് ഉണ്ടാവുക. 3, റിബാത്ത്, അതിനെ കാത്തു സംരക്ഷിക്കുന്ന, ശത്രുവിന്റെ പ്രേരണകൾക്കെതിരെ കാത്തു സംരക്ഷിക്കുന്ന കാവലായി നിൽക്കുക. 4-മത്തേത് അള്ളാഹുവിനെ സൂക്ഷിക്കുക. അത് വിജയം ലഭിക്കാനുള്ള കാരണങ്ങളാണ് എന്ന് പറഞ്ഞത് കാണാം. അടുത്ത ആയത്ത് സൂറത്തുൻ നിസായിലെ 19-ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹ, നിങ്ങൾക്ക് അനുവദനീയമല്ല സ്ത്രീകളെ നിർബന്ധമായി നിങ്ങൾ ഏറ്റെടുക്കുക, സ്വീകരിക്കുക എന്നുള്ളത്. വലാ തഅബുലൂഹുന്ന ലിതദ്ഹബൂ ബിബഅദി മാ ആതൈതുമൂഹുൻ, അവരെ തടഞ്ഞു വെക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്, നിങ്ങൾ നൽകിയതിൽ നിന്ന് ചിലത് അവർ തിരിച്ചു നൽകാൻ വേണ്ടി. ഇല്ലാ അയ്യതീന ബിഫാഹിശത്തിൻ മുബയ്യിന, അവർ വ്യക്തമായിട്ടുള്ള ഒരു ഫാഹിഷത്ത് ചെയ്താലല്ലാതെ. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് മാന്യമായ നിലക്ക് ഇടപഴകുക. ഫൈൻ കരിഹ്തുമൂഹുൻ, ഇനി അവരിൽ എന്തെങ്കിലും നിങ്ങൾ വെറുക്കുകയാണെങ്കിൽ ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജ്അല അല്ലാഹു ഫീഹി ഖൈറൻ കസീറ, നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യത്തിൽ അല്ലാഹു ധാരാളം ഖൈറുകൾ വെച്ചേക്കാം എന്ന് പറയാം. ഈ ആയത്തിനെ പറ്റി ചില പണ്ഡിതന്മാർ പറഞ്ഞത്, കുടുംബജീവിതത്തിൽ ഏറ്റവും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഈ ആയത്ത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇതിൽ ആദ്യ ഭാഗത്ത് പറയുന്നത് ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്ന 2 സമ്പ്രദായങ്ങളാണ്. അതിനെ നിരോധിച്ചുകൊണ്ട്, അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തിന്റെ ആദ്യ ഭാഗം. ഇതിൽ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ്, ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹ, സ്ത്രീകളെ നിർബന്ധിതരായിക്കൊണ്ട് അനന്തരം എടുക്കുക എന്നത് നിങ്ങൾക്ക് അനുവദനീയമല്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യകാലത്ത് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന സമ്പ്രദായമായിരുന്നു, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ സ്ത്രീയെ ആ ഭർത്താവിന്റെ കുടുംബക്കാർ, അഥവാ ഭർത്താവിന്റെ സഹോദരനോ അല്ലെങ്കിൽ പിതൃ സഹോദര മക്കളോ, അങ്ങനെ കുടുംബക്കാർ, പുരുഷന്മാർ, അവർക്ക് നിർബന്ധിതരായിക്കൊണ്ട് ഇവരുടെ ഭാര്യയായി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ കീഴിൽ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയോ ചെയ്യും. അതായത് സ്ത്രീയുടെ വീട്ടുകാർക്കല്ല അധികാരം ഉണ്ടാവുക, ഭർത്താവിന്റെ സ്വത്തുക്കൾ പോലെ അനന്തരമായി എടുക്കുന്നത് ഭർത്താവിന്റെ ഭാര്യയെയും അനന്തരമായി എടുക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഒന്നെങ്കിൽ അവർ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ആർക്കെങ്കിലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ അവിടെ തന്നെ അങ്ങനെ വെക്കുന്ന അവസ്ഥ. പക്ഷേ സ്ത്രീയുടെ കുടുംബക്കാർക്ക് ആ അധികാരം നഷ്ടപ്പെടുന്ന ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നിർബന്ധമായിട്ട് ആ സ്ത്രീയെ ഒരു അനന്തരമായി എടുക്കുന്ന എന്നുള്ള സമ്പ്രദായം നിങ്ങൾക്ക് അനുവദനീയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അതിനെ നിരോധിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, വലാ തഅബുലൂഹുന്ന ലിതദ്ഹബൂ ബിബഅദി മാ ആതൈതുമൂഹുൻ, അവരെ നിങ്ങളിങ്ങനെ തടഞ്ഞു വെക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതായത് അവർക്ക് കൊടുത്ത അവർക്ക് മഹറായി കൊടുത്തിട്ടുള്ളത് അവർ തിരിച്ചു നൽകണം എന്നുള്ളതിന് വേണ്ടി അവരെ ഒഴിവാക്കി, നല്ല രീതിയിൽ ഒഴിവാക്കുകയുമില്ല, എന്നാൽ ഭാര്യയെ പോലെ പരിഗണിക്കാതെ അവർക്ക് ആവശ്യമുള്ള ചെലവുകൾ കൊടുക്കുകയും ചെയ്യുകയില്ല. അങ്ങനെ വേറെ വിവാഹം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ, എന്നാൽ ഭാര്യയോടുള്ള കടമകൾ നിർവഹിക്കാത്ത രീതിയിൽ നിങ്ങളിങ്ങനെ വെക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അനുവദനീയമല്ല. എന്താണ് ഉദ്ദേശം? അങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെ ചെയ്യുന്നത് മുഖേന ഈ വ്യക്തി കൊടുത്തിട്ടുള്ള, ഭർത്താവ് കൊടുത്തിട്ടുള്ള മഹർ അതെങ്ങാനും തിരിച്ചു നൽകിയിട്ട് ഒഴിവായി പോകുന്ന അവസ്ഥ, അങ്ങനെ ചെയ്യാൻ വേണ്ടി, നിർബന്ധിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിക്കുന്നു. ഒന്നെങ്കിൽ അവർക്ക് ഭാര്യ എന്ന നിലക്കുള്ള
അവർക്കുള്ള അവകാശങ്ങൾ വീട്ടി കൊടുക്കണം. അതല്ല എങ്കിൽ നല്ല രീതിയിൽ അവരെ തൊലാഖ് ചെയ്ത് അവർക്കുള്ള മത്താ കൊടുത്ത് ഒഴിവാക്കണം. ഇത് രണ്ടുമില്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ ആക്കരുത്. അതിന്റെ ഉദ്ദേശം അവർ കൊടുത്ത മഹർ, ഭർത്താവ് കൊടുത്ത മഹർ തിരിച്ചു ലഭിക്കാൻ, അതും ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നാൽ ഒരു സമയത്ത് അങ്ങനെ ചെയ്യാം എന്നുള്ള നിലക്ക് പറഞ്ഞത് ഇല്ലാ അയ്യതീന ബിഫാഹിശത്തിൻ മുബയ്യിന, അവർ വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും മ്ലേച്ഛതകൾ ഫാഹിഷത്തുകൾ ചെയ്തു വന്നാലല്ലാതെ. ഇവിടെ ഫാഹിഷത്ത് എന്നുള്ളതിന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു വ്യഭിചാരം എന്നാണ്. ഭാര്യയിൽ നിന്ന് വ്യഭിചാരം പോലെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ അവർ ഇങ്ങോട്ട് ഖുൽഉ ചെയ്യാൻ വേണ്ടിയിട്ട്, അഥവാ അങ്ങോട്ട് ഒഴിവാക്കുമ്പോൾ ഭർത്താവ് മത്താവ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവും, പക്ഷെ ഇങ്ങോട്ട് ഖുൽഉ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ള നിലക്കെല്ലാം അങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ ഒന്നുകൂടി വിശാലമായി ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു കളവ് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് തിന്മകൾ, അങ്ങനെയുള്ള എന്ത് കാര്യം ചെയ്താലും ഈ നിലക്ക് ചെയ്യാവുന്നതാണ്. അവരിങ്ങോട്ട് ഖുൽഉ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു. ചില പണ്ഡിതന്മാർ വ്യഭിചാരം മാത്രമാണ്, എന്നാൽ മറ്റു ചിലർ കട്ടെടുക്കുക അതുപോലെ. എന്താണ് വിഷയം വെച്ചാൽ മുബയ്യിനത്തായിരിക്കണം, വ്യക്തമായിരിക്കണം. ഊഹമോ അല്ലെങ്കിൽ ആരോപണങ്ങളോ തെളിവില്ലാത്ത കാര്യങ്ങളൊന്നും ആകാൻ പാടില്ല. വ്യക്തമായിട്ടുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബജീവിതങ്ങളിൽ ഏറ്റവും ഖൈറിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉപദേശമാണ് ഈ ആയത്തിൽ നൽകുന്നത്. വആശിറുഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് ഏറ്റവും മാന്യമായ നിലക്ക് നിങ്ങൾ ജീവിക്കണം. അവരോടുള്ള ജീവിതം ഏറ്റവും മാന്യമായ നിലക്ക് ആയിരിക്കണം. അവരെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിലൊക്കെ അല്ലാതെ മാന്യമായ നിലക്കായിരിക്കണം അവരുമായി ജീവിക്കേണ്ടത്. ഇത് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ചില തഫ്സീറുകളിൽ ഭാര്യമാർ എന്ന് മാത്രമല്ല ഏതൊരു കുടുംബജീവിതത്തിന്റെയും മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകി ജീവിക്കുന്നതിലും മാന്യത പുലർത്തിക്കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്ന്. എന്നിട്ട് പറഞ്ഞു ഫഇൻ കരിഹ്തുമൂഹുൻ, ഇനി നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടാക്കുന്ന കാര്യമുണ്ട് എങ്കിൽ, ഇപ്പൊ ചില ആളുകൾക്ക് ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറെ എന്തെങ്കിലും കുറവുകളുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉടനടി തൊലാഖ് ചെയ്ത് ഒഴിവാക്കണം അല്ലെങ്കിൽ ആ ബന്ധം വിച്ഛേദിക്കണം. അതാണോ പറയുന്നത്? അല്ല. അല്ലാഹു തആല പറയാണ് ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജ്അല അല്ലാഹു ഫീഹി ഖൈറൻ കസീറാ, നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങളൊരു കാര്യം വെറുക്കുകയും പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ധാരാളം ഖൈറുകൾ വെക്കുകയും ഉണ്ടാക്കുകയും ചെയ്തേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വെറുപ്പുണ്ടാവുകയാണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ചില ഒരാൾക്ക് ഒരു ഭാര്യ സൗന്ദര്യം കുറവാണെന്ന് തോന്നുകയാണ് എങ്കിൽ അതേസമയം വേറെ ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ കുടുംബം നോക്കുന്നതിൽ, നല്ല രീതിയിൽ കുട്ടികളെ വളർത്തുന്നതിൽ, അല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങളിൽ അവൾക്ക് നല്ല കഴിവുണ്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത് ലാ യഫ്റുഖ് മുഅ്മിനുൻ മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുൽഖൻ റളിയ മിൻഹാ ഖുൽഖൻ ആഖർ, ഒരു സത്യവിശ്വാസി അവന്റെ സത്യവിശ്വാസിയായ ഭാര്യയെ വെറുക്കരുത്. അവളിൽ ഒരു സ്വഭാവം അവന് വെറുപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവന് തൃപ്തിപ്പെടുന്ന വേറെ ഒരുപാട് സ്വഭാവങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അവന് ആലോചിക്കേണ്ടത് അവളിൽ നിന്ന് തൃപ്തിപ്പെടുന്ന സ്വഭാവങ്ങളാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് ഉണ്ടാവുമ്പോഴേക്കും ഒഴിവാക്കണം അല്ലെങ്കിൽ ബന്ധം വിച്ഛേദിക്കണം എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ക്ഷമയോടുകൂടി ആ ബന്ധം തുടർന്നു പോകണം. എന്നിട്ട് അതിൽ കാരണവും പറഞ്ഞു. നിങ്ങൾക്ക് അറിയാത്ത രീതിയിൽ നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യത്തിൽ ഒരുപാട് ഖൈറുകൾ അള്ളാഹു ഉദ്ദേശിച്ചേക്കാം. ചിലപ്പോ ആ ഭാര്യയിലായിരിക്കും ഏറ്റവും സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അള്ളാഹു തആല നമുക്ക് നൽകുക. പരലോകത്തേക്ക് ഉപകരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവുക. അങ്ങനെ പല നേട്ടങ്ങളും അതിലൂടെ ഉണ്ടാക്കിയേക്കാം. ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ദാമ്പത്യ ജീവിതത്തിലും വളരെയധികം ഉപകരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഈ ആയത്ത് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അടുത്ത ആയത്ത് സൂറത്തുൻ നിസായിലെ 29ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ് നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സമ്പത്തുകൾ ബാത്തിലായ നിലക്ക് ഭക്ഷിക്കരുത്. ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാളിൻ മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെടുന്ന കച്ചവടത്തിലല്ലാതെ. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കരുത്. ഇന്നല്ലാഹ കാന ബികും റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവനാണ് എന്ന് പറഞ്ഞു. ഇവിടെ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ് മുഅ്മിനീങ്ങൾക്കിടയിൽ പരസ്പരം പ്രശ്നമുണ്ടാക്കുന്ന, വിദ്വേഷമുണ്ടാക്കുന്ന, പരസ്പരം മുഅ്മിനീങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ എന്നുള്ള ആ ജമാഅത്ത്
അവർ തമ്മിൽ ഏറ്റവും നല്ല സ്നേഹബന്ധത്തിലും അവർ നല്ല ജീവിതത്തിലുമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അതിന് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളും ഖുർആനിലും ഹദീസിലും കാണാം. അതിനെതിരായി വരുന്ന ചെറിയ കാര്യങ്ങളെ പോലും, അതിനുള്ള സാഹചര്യങ്ങളെ പോലും ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? തടഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഈ ആയത്തിൽ മുഅ്മിനീങ്ങൾക്കിടയിൽ അവർ നല്ല ജീവിതം മുന്നോട്ട് നയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. ആദ്യം അല്ലാഹു തആല പറഞ്ഞു, ലാ തഅകുലു അംവാലകും ബിൽ ബാത്തിൽ. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സമ്പത്തുകൾ, ഒരാൾ മറ്റൊരാളുടെ അങ്ങനെ പരസ്പരമുള്ള സമ്പത്ത് അവർ എടുക്കുന്നത്, ഭക്ഷിക്കുന്നത് ബാത്തിലായ നിലക്കാവരുത്. ബാത്തിലായ നിലക്ക് എന്ന് പറഞ്ഞാൽ കട്ടെടുത്തുകൊണ്ടോ പലിശയോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബാത്തിലായ നിലക്ക് നിങ്ങൾ പരസ്പരം സമ്പത്ത് ഭക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതായത് മറ്റൊരാളുടെ കട്ടെടുക്കാൻ പാടില്ല, പലിശയ്ക്ക് മറ്റൊരാളുടെ പണം തിന്നാൻ പാടില്ല, എന്തെങ്കിലും സാധനം വിൽക്കുമ്പോൾ അതിന് കൃത്രിമം കാണിച്ച് വിൽക്കാൻ പാടില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ളത് എന്താണ്? ഇല്ല അൻ തകൂന തിജാറതൻ അൻ തറാളിൻ മിൻകും. നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെടുന്ന കച്ചവടം ഇടപാടുകളിൽ ഒഴികെ. കച്ചവടം നടക്കുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ഒരു സാധനം വിൽക്കുകയാണ്, ആ കച്ചവടത്തിൽ പാലിക്കേണ്ട നിബന്ധനകളുണ്ട്. ആ കച്ചവടത്തിന്റെ സദസ്സിൽ പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കച്ചവടം ചെയ്ത് പരസ്പരം തൃപ്തിപ്പെടാൻ പാടില്ല. ഒരാൾ പലിശ അങ്ങോട്ടും കൊടുക്കുകയാണ്, അതിലയാൾ ഞാൻ തൃപ്തിപ്പെട്ടു, രണ്ടാളും തൃപ്തിപ്പെട്ടു, അത് പറ്റില്ല. കച്ചവടം സഹീഹാവണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നിബന്ധനകൾ എന്താണോ അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് കച്ചവടം നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പരസ്പരം നിങ്ങളുടെ സമ്പത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാം, അഥവാ ആ രീതിയിൽ സമ്പത്ത് ഭക്ഷിക്കാം എന്ന് പറഞ്ഞു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാണ്, വലാ തഖ്തുലു അൻഫുസകും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ വധിക്കരുത്. ഇതിന് 3 രീതിയിൽ ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഒന്നാമത്തേത്, നിങ്ങൾ പരസ്പരം കൊലപാതകം ചെയ്യരുത് എന്നുള്ളത്. രണ്ടാമത്തേത്, നിങ്ങൾ പാപങ്ങൾ ചെയ്ത് നിങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന തരത്തിലുള്ള പാപങ്ങൾ നിങ്ങൾ ചെയ്യരുത്. മൂന്നാമത്തെ അർത്ഥം പറഞ്ഞു, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, അതുപോലെ സ്വന്തം ജീവിതം നശിക്കുന്ന അവസ്ഥയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അതിലിപ്പോ പുകവലി പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തത്തെ നശിപ്പിക്കുന്ന ഏതൊരു കാര്യവും അത് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല. ചില പണ്ഡിതന്മാർ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നതെല്ലാം ഈ ആയത്തുകൊണ്ട് വിരോധിക്കുന്നത് കാണാം. ഒരു പരിധി വിട്ടിട്ടുള്ള വേഗത്തിൽ ഓടിക്കുന്നതെല്ലാം അല്ലാഹു അലം. അപ്പൊ അങ്ങനെ സ്വന്തത്തിന് നാശം വരുത്തുന്ന രീതിയിൽ ആത്മഹത്യാപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല. ഈ 3 അർത്ഥം വലാ തഖ്തുലു അൻഫുസകും എന്നുള്ള വാക്കിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കൊലപാതകത്തിന്റെ ഗൗരവം മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. രണ്ടാമത്തേത്, ആ തരത്തിലുള്ള മരണം പോലെ നാശം വരുത്തുന്ന പാപങ്ങളിൽ മുഴുകുന്ന അങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന അവസ്ഥയുണ്ടാകരുത്. മൂന്നാമത്തേത്, ആത്മഹത്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്. എന്നിട്ട് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചത് ഇന്നല്ലാഹ കാന ബികും റഹീമ. അല്ലാഹു നിങ്ങളോട് കാരുണ്യം ചൊരിയുന്നവനാണ് എന്നാണ്. കാരണം ഇത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. കാരണം ഈ കാര്യങ്ങൾ ബാത്തിലായ നിലക്ക് ആളുകൾക്കിടയിൽ സമ്പത്ത് ഭക്ഷിക്കുന്ന അവസ്ഥ യഥേഷ്ടം നടക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ പകയും വിദ്വേഷവും കൊലപാതകങ്ങളും പ്രശ്നങ്ങളും നടക്കും. അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ സ്വന്തത്തിലേക്ക് നാശം വരുത്തരുത് എന്നും മറ്റുള്ളവരിലേക്ക് ഉപദ്രവം വരുത്തരുത് എന്നും വിരോധിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്നുള്ള അടിസ്ഥാനപരമായ വാനിമും ജാഹിലുമായിട്ടുള്ള മനുഷ്യനെ ഏറ്റവും നല്ല ജീവിതത്തിന് ഉതകുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയെടുക്കുന്ന അല്ലാഹുവിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യമാണ് ഈ നിയമങ്ങൾ എന്നറിയിക്കുന്നതാണ് റഹീം എന്നുള്ള അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.